പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാഷണൽ ഹൈവേയിൽ സർവീസ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ചില ഭാഗങ്ങളിൽ പൈപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളൂ. പൈപ്പ് ഇടും എന്ന് വിചാരിക്കാം. പൈപ്പ് ഇട്ടെങ്കിൽ തന്നെ ഇത്രയും വെള്ളം ആ പൈപ്പിനുള്ളിലൂടെ പോകുന്ന ഒരു അവസ്ഥയിലല്ല പൈപ്പ് ഇട്ടിട്ടുള്ളത്. തന്നെയല്ല, ഈ പൈപ്പ് കറക്റ്റ് നമ്മുടെ സർവീസ് റോഡിലാണ് വെള്ളം വന്നു വീഴുന്നത്. ഈ ടാറിൽ വെള്ളം വന്നു വീണ് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ഈ ടാറിങ് നിലനിൽക്കും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിപൂർണമായിട്ട് നമ്മൾ ഈ സർവീസ് റോഡിലെ ടോട്ടൽ പരാജയപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം സർവീസ് റോഡ് ഒരു യാത്രായോഗ്യമായ രൂപത്തിലല്ല ഇന്ന് പണിതിട്ടുള്ളത്. അതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പിന്നെ ഇത്രയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോയിട്ട് നമുക്ക് അനുഭവിക്കേണ്ട സമയത്ത് നമുക്ക് വന്ന് പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല സ്ഥലങ്ങളിലും പൈപ്പ് ഇട്ടത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി ഇപ്പോൾ മാറ്റിയ അവസ്ഥയുണ്ട്. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഈ പൈപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. ആ പൈപ്പ് തന്നെ ഇപ്പോൾ ഇവർ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പ്രാവശ്യം മാറ്റി, എന്നിട്ടും രണ്ടാമത് അത് പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട, ഒന്നുകൊണ്ടും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സാധനങ്ങളാണ് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പം നമ്മളൊന്നും ഇപ്പോൾ ഈ പൈപ്പ് കാണാത്ത ആളുകളല്ല. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഇപ്പം അടുത്ത് ഇട്ട പൈപ്പിൻ്റെ ഒരു അവസ്ഥയാണ്. പൈപ്പൊക്കെ മുകളിൽ ഓട്ടയായിട്ട്, ഓട്ട എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ പൊട്ടൽ പൊട്ടിയിട്ട് ആ മുകളിൽ കൂടെയാണ് വെള്ളം വരുന്നത്. ഇതൊരു ഭാഗത്തല്ല, ഒരുപാട് ഭാഗങ്ങളിൽ ഇങ്ങനെയാണ്. ഈ രണ്ട് പൈപ്പുകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ വെള്ളം ശരിക്കും റോട്ടിൽ താഴെ പോകുന്ന ആളുടെ തലയിലേക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമുക്കറിയാം, എത്രയും ഹൈറ്റിലുള്ള ഒരു പൈപ്പ് ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ട് ആരെങ്കിലും പൊട്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. മുകളിൽ നിന്ന് അത് ഇങ്ങോട്ട് എത്തില്ല, താഴെ നിന്ന് അങ്ങോട്ട് ഒരാൾക്ക് എത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്ന ഈ പൈപ്പ് ഇത്ര പെട്ടെന്ന് എങ്ങനെ പൊട്ടിപ്പോണം? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു പണിയായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. ഈ പൈപ്പോ നമുക്ക് ഇട്ടത് പൊതുവേ തലവേദനയാണ്. കാരണം ഈ പൈപ്പ് നേരെ ഇറങ്ങി നമ്മുടെ സർവീസ് റോഡിന് പുറത്തുള്ള ഡ്രെയിനേജിലേക്ക് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ പിന്നെ ആ വെള്ളം കറക്റ്റ് ഡ്രെയിനേജിലേക്ക് പോകും. അപ്പോൾ ഈ സർവീസ് റോഡ് ഇങ്ങനെ നാശാവുന്ന രൂപത്തിൽ വെള്ളം വീഴില്ല. നിങ്ങളിവിടെ എത്രയോ ശക്തിയിലാണ് വെള്ളം വീഴുന്നത്. ഇപ്പോൾ ഇവിടെ മഴ ഒട്ടും ഇല്ല കേട്ടോ. മഴ തോർന്നൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആ സമയത്തും കൂടി ഇങ്ങനെ ഈ മേൽ റോട്ടിലുള്ള വെള്ളം അവിടെ വന്ന് നിൽക്കും. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ താഴെയുള്ള റോഡിൻ്റെ ഒരു അവസ്ഥ മുന്നോട്ട് എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു ജോലിയുടെ പിറകിൽ ആരാണ് ഇതിൻ്റെ എൻജിനീയറിങ്ങും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തായാലും ഇത് മേൽനോട്ടത്തിന് ഒരാളുണ്ടാവുമല്ലോ. അതല്ലാതെ ഇതാരെങ്കിലും വെറുതെ ഒരു ടീം വന്നിട്ട് ചെയ്തു പോകുന്നതല്ലല്ലോ. ആ ചെയ്യുന്ന ടീമിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ എല്ലാ വർക്കുകളും നടക്കുക. അതോ ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമായിട്ട്, റോഡ് എന്ന ഒരു പ്രഹസനം മാത്രമായിട്ട് കൊണ്ടുപോകുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. നമ്മളിവിടെ ഒട്ടുമിക്ക ആളുകളും കേരള സർക്കാരിനെ കുറ്റം പറയാൻ മാത്രമായിട്ട് മെനക്കെട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ കേരള സർക്കാരിൻ്റെ അധീനതയിലല്ലല്ലോ ഈ റോഡ് പണി. ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഈ വർക്കിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരല്ലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ. പക്ഷെ അതൊന്നും ചെയ്യാതെ നമുക്ക് ആളുകളെ എത്രത്തോളം കഷ്ടപ്പെടുത്താമെന്നൊരു രൂപത്തിലേക്കാണ് ഇതൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഈ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ മൊത്തം പരാജയം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഒരു വിജയിച്ച വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ടീം, നമ്മുടെ നാട്ടിലൊരു കോൺട്രാക്ടർമാരൊരു കോൺട്രാക്റ്റ് എടുത്ത് ഒരു പഞ്ചായത്ത് റോഡ് കെട്ടിയാൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അത് നമുക്കൊക്കെ അറിയാലോ. ഒരു പഞ്ചായത്ത് റോഡ് വെട്ടുകയാണെങ്കിൽ അതിനും അതിൻ്റേതായ ഒരു വ്യവസ്ഥിതിയും അതിൻ്റേതായ ഒരു സുരക്ഷിതത്വവും ഉണ്ടാവും. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേക്ക് അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ദാരുണമായൊരവസ്ഥ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഓക്കെ, ബൈ.